ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ കോഴിക്ക് കൊടുക്കുന്ന ഒരു ഫുഡിനെ പറ്റിയാണ്. നമ്മൾ ഒരു 80% നമ്മൾ ഓർഗാനിക് രീതിയിലാണ് നമ്മൾ കോഴിയെ വളർത്തുന്നത്. ഓർഗാനിക് രീതി എന്ന് പറയുമ്പോൾ നമ്മൾ വിരമരുന്ന്, ഇപ്പം വിമറാൾ പോലുള്ള വിരമരുന്ന് അങ്ങനെയുള്ളതൊന്നും കൊടുക്കാറില്ല. അതിന് പകരം നമ്മൾ കപ്ലങ്ങ ചോപ്പ് ചെയ്തും ഒക്കെയാണ് കോഴിക്ക് കൂടുതലായി കൊടുക്കാറുള്ളത്. പിന്നെ നമ്മുടെ പുല്ല് അരിഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ BV380 കോഴികളാണ്. അപ്പം അവർക്കും നാടൻ കോഴികൾ, ഇപ്പം മുട്ടയിടുന്ന കോഴികളാണ്. അപ്പം അവർക്കും നമ്മുടെ നാടൻ കോഴിക്കുമാണ് നമ്മൾ കപ്ലങ്ങ രാവിലെ ചോപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് 2 ആഴ്ച കൂടുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ വിരയുടെ അസുഖങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ കോഴിക്ക് നമ്മൾ കാണാൻ ഇടയായിട്ടില്ല. ആദ്യമൊക്കെ തിന്നാൻ ഇച്ചിരി മടിയാണെങ്കിലും കൊണ്ടുപോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുങ്ങൾ കൊത്തി തിന്നാറാണ് പതിവ്. ഓർഗാനിക് രീതിയിൽ നമ്മൾ കോഴിയെ വളർത്തുക എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മളിങ്ങനെയുള്ള സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കാതെ നമ്മൾ മാക്സിമം അഴിച്ചുവിട്ട് നമ്മുടെ ജൈവ രീതിയിൽ, അതായത് ഇങ്ങനെ ഇല, കപ്ലങ്ങ, അല്ലെങ്കിൽ വാഴപ്പിണ്ടി, ഇങ്ങനെയുള്ള കൊടുത്താണ് നമ്മൾ മാക്സിമം കോഴിക്ക് ആഹാരം കണ്ടെത്താറുള്ളത്. പിന്നെ ഇപ്പോൾ പല വീഡിയോസും വരുന്നുണ്ട്. ഓർഗാനിക് രീതിയിൽ കോഴിയെ വളർത്തിയാലും ഇപ്പോൾ കൂട്ടിയിട്ട് വളർത്തിയാലും എല്ലാം ഒരുപോലെയാണ്, ഫാറ്റ് ഒരുപോലെയാണ്, ന്യൂട്രീഷൻസ് ഒരുപോലെയാണ് മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇപ്പോൾ കാണാറുണ്ട്. അതൊന്നും പക്ഷേ നമ്മൾ കാര്യമാക്കുന്നില്ല. ഓർഗാനിക് രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ നാടൻ മുട്ടയ്ക്ക് ഇപ്പോഴും മാർക്കറ്റിലൊരു ഡിമാൻഡുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ തന്നെയാണ് നമ്മുടെ ഈ നാട്ടിലെ ഈ മാർക്കറ്റിലുള്ള നാടൻ മുട്ടയുടെ ഡിമാൻഡ് കളയാനുള്ള ശ്രമം നടത്തുന്നത്. ഇത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നറിയില്ല. പണ്ട് മുതലേ ഇങ്ങനെയുള്ളൊരു ശ്രമം, ഇപ്പം നമ്മുടെ ആലപ്പുഴയിലെ മുട്ട ഗ്രാമം പദ്ധതി, അപ്പം അവിടെ വ്യാപകമായിട്ട് മുട്ട ഉൽപ്പാദനം നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങി. അത് തമിഴ്നാട് ലോബി തകർത്തു. അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ വളരെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ മാധ്യമ സൃഷ്ടിയിലൊന്നും പെടാതെ നല്ല മുട്ട കഴിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോഴും നാടൻ മുട്ട മേടിക്കാറുണ്ട്. നമ്മളിപ്പോൾ 9 രൂപ വിലയ്ക്കാണ് നാടൻ മുട്ട കൊടുക്കുന്നത്. ഈ ഭാഗം നമ്മുടെ നാടൻ കോഴിയാണ്. മറ്റേ നമ്മൾ BV380 ആണ് കണ്ടത്. ഇത് നമ്മുടെ തനി നാടൻ പൊരുന്നയിരിക്കുന്ന തനി നാടൻ കോഴികളാണ്. അവർക്കും നമ്മൾ ഈ കപ്ലങ്ങ ചോപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഏകദേശം ഒരു കപ്ലങ്ങ ചോപ്പ് ചെയ്ത് മൊത്തത്തിൽ കൊടുക്കും. പിന്നെ പഴുത്തതിനേക്കാളും നല്ല കറയുള്ള സമയത്ത്, കറ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് ചോപ്പ് ചെയ്ത് അവർക്ക് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളത്. അപ്പോൾ ഈ കപ്ലങ്ങയുടെ കറയൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.